വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചിട്ടാണ്. അസുര ഗുരുവായ ശുക്രൻ 2024 മാർച്ച് 31 ഞായറാഴ്ച വൈകുന്നേരം 4:54 കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിൽ ഉച്ചനാകുന്നു. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ ശുക്രൻ ഉച്ചനാകുകയാണ്. ശുക്രന് 2 വീടുകളാണ്, ഇടവം, തുല. ശുക്രൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസുര ഗുരുവായ ശുക്രൻ ആഡംബരം, കാമം, പ്രേമം, വീട്, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ, ജീവിത പങ്കാളി, സൗന്ദര്യം, വിനോദം, വിവാഹ ജീവിതം, ഫാഷൻ, എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി അനേകം കാരകത്വങ്ങളുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ മീനത്തിൽ ഉച്ചനാകുമ്പോൾ നിങ്ങളുടെ ജനനകാല ജാതകമനുസരിച്ച് ശുക്രദശ നടക്കുന്നവർക്ക്, അതുപോലെ ശുക്രൻ ഉച്ചനായി മീനത്തിൽ നിൽക്കുന്നവർക്കുമെല്ലാം, അതുപോലെ തന്നെ ശുക്രൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവത്തിലും തുലാത്തിലും ശുക്രൻ നിൽക്കുന്നവർക്കും ത്രികോണ സ്ഥാനങ്ങളിലും കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കുമെല്ലാം രാജകീയ ജീവിതമായിരിക്കും ലഭിക്കുന്നത്. അനുകൂലമല്ലാത്ത ദശാകാലവും ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതി മോശവുമാണെങ്കിൽ ഗുണഫലങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ശുക്രൻ്റെ മീനൻ രാശിയിലെ സംക്രമം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. അതിനു മുൻപായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു സാമാന്യ ഫലമാണ്. ഓരോരുത്തരുടെയും ജാതക ദശാഭുക്തി അനുസരിച്ചായിരിക്കും ഫലങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാം. ഗോചര ഫലങ്ങൾ എപ്പോഴും ഒരു 20-30% മാത്രമേ ഫലം നൽകുകയുള്ളൂ. നമ്മുടെ ജനനകാല ജാതകമായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഗോചരം അല്ലെങ്കിൽ ഗോചര ഫലം എന്നുള്ളത് അതിനൊരു സപ്പോർട്ടിംഗ് ഫാക്ടർ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്ക് ശുക്രൻ 2-7 ഭാവാധിപതിയാണ്. ഇപ്പോൾ കുംഭത്തിൽ 11 സഞ്ചരിക്കുന്ന ശുക്രൻ മാർച്ച് 31 12ാം ഭാവമായ മീനൻ രാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. ഏകദേശം 26 ദിവസം ശുക്രൻ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടൻ രാശിക്കാർക്ക് അമിതമായ ചിലവുകൾ ഉണ്ടാകും. ആഡംബര ചിലവുകളായിരിക്കും കൂടുതൽ. അതുപോലെ ശുഭകരമായ ചിലവുകളും ഉണ്ടായിരിക്കും. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള ചിലവുകൾ, വീട്ടിലെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ, ഇങ്ങനെ പല വക ചിലവുകൾ ഉണ്ടാകുന്നതാണ്. ആഡംബര ജീവിതം നയിക്കാനുള്ള അവസരവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാകാം. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല. ഭാര്യ മുഖേന ചിലവുകൾ ഉണ്ടാകും. അത് ആഡംബര വസ്തുക്കളോ സ്വർണമോ വില കൂടിയ വസ്ത്രങ്ങൾക്കോ വേണ്ടിയായിരിക്കും ചിലവാക്കുന്നത്. ഈ ചിലവ് മൂലം ഭാര്യാഭർത്താക്കന്മാർ കലഹിക്കാനും സാധ്യത കാണുന്നു. ഭാര്യയ്ക്കോ ഭർത്താവിനോ ചില രോഗദുരിതങ്ങളും ഉണ്ടാകാം. ചുരുക്കം ചിലർക്ക് അന്യദേശത്തു നിന്നോ വിദേശത്തു നിന്നോ വിവാഹാലോചനകൾ വന്നേക്കാം. മേടൻ രാശിക്കാരായ സ്ത്രീ പുരുഷന്മാർ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി പരിധി വിട്ട് ഇടപെടാൻ പോകരുത്. ഏതെങ്കിലും കാരണത്താൽ കുറച്ച് ദിവസമെങ്കിലും ദമ്പതിമാർ അകന്നു കഴിയും. ചിലർക്ക് വിദേശ യാത്രകൾ ഉണ്ടാകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച പോലുള്ള ലാഭം കിട്ടണമെന്നില്ല. ബിസിനസ്സിൽ ലാഭം കുറയും, ചിലവുകൾ കൂടും. അതുപോലെ ഉറക്കക്കുറവുണ്ടാകും. ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. മേടൻ രാശിക്കാരിൽ ചിലർക്ക് ആത്മീയതയിൽ താല്പര്യമുണ്ടാകും. ഓരോരുത്തരുടെയും വ്യക്തിഗത ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പൊതുവേ ഈ 26 ദിവസം അമിതമായ ചിലവുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര്യം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും 6ാം ഭാവാധിപതിയുമാണ്. ഇതുവരെ കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശുക്രൻ ഇനി മാർച്ച് 31 മുതൽ സർവാഭിഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിൽ
ഉച്ചനായി സഞ്ചരിച്ചു തുടങ്ങുന്നു. ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമായിരിക്കും. മനസ്സന്തോഷവും സാമ്പത്തിക മേന്മയും ആഡംബര ജീവിതവും നയിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ അവസരത്തിൽ നടന്നു കിട്ടുന്നതാണ്. വീട്, വാഹനം, വസ്തു ഇവ വാങ്ങാനുള്ള അവസരം ഒത്തുവരും. സമൂഹ മധ്യത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. കലാകാരന്മാർ, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, സംഗീത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ്. 11-ൽ ശുക്രൻ്റെ കൂടെ രാഹുവും സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ശുക്രൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ പഞ്ചമസ്ഥാനത്ത് വരികയാണ്. പ്രണയിതാക്കൾക്കിടയിലെ പിണക്കം മാറും. ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. അകന്നു കഴിഞ്ഞ കുട്ടികൾ വീട്ടിലെത്തും. നിങ്ങളുടെ കുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ മുൻനിരയിലെത്തും. ചിലർ ഉന്നത പഠനത്തിന് വിദേശത്ത് പോകും. സ്ത്രീകളാൽ ചിലർക്ക് ഗുണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി സംബന്ധമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ശമ്പള വർധനവ് മുതലായവ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടം. ധനം വരുമെങ്കിലും വീണ്ടും നിങ്ങൾ ബാങ്ക് ലോൺ എടുക്കാൻ നിർബന്ധിതനാകും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. രോഗദുരിതങ്ങൾ മാറിക്കിട്ടും. ശത്രുക്കൾ മിത്രങ്ങളാകും. മുതിർന്ന സഹോദരങ്ങളാൽ ആദായം. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. ചിലർക്ക് കേസ് വഴക്കുകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ അത് കോടതിക്ക് വെളിയിൽ വെച്ച് തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. രാശിനാഥനായ ശുക്രൻ 11-ൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന സമയമായിരിക്കും. മിഥുനൻ രാശി. മകയിര്യം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് ശുക്രൻ യോഗാധിപതിയാണ്. ശുക്രൻ പഞ്ചമാധിപതിയും 12-ാം ഭാവാധിപതി കൂടിയാണ്. മാർച്ച് 31 മുതൽ ശുക്രൻ ഭാഗ്യസ്ഥാനമായ കുംഭത്തിൽ നിന്നും കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ മീനൻ രാശിയിൽ ഉച്ചനായി സഞ്ചരിക്കാൻ പോകുന്നു. കർമ്മസംബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ, ജോലിക്കയറ്റം, ശമ്പള വർധനവ് മുതലായവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രായമായ കുട്ടികളുണ്ടെങ്കിൽ, ജോലിക്കായി കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലി കിട്ടും. കുട്ടികൾ മുഖാന്തരം സന്തോഷമുണ്ടാകും. കുടുംബദേവതയുടെ അനുഗ്രഹം, ഷെയർ മാർക്കറ്റിലൂടെ ലാഭം, കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. വീട് മോടി പിടിപ്പിക്കുകയും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുകയും ചിലർ പുതിയ വാഹനം വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യും. പ്രണയിതാക്കൾക്കിത് നല്ല സമയമാണ്. പിണങ്ങി നിന്നവർ ഒത്തുചേരും. ദമ്പതിമാർ ഐക്യത്തോടെ കഴിയും. മിഥുനൻ രാശിയുടെ മക്കൾ മൂലം സന്തോഷവും ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഷെയർ ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് വഴി ലാഭം പ്രതീക്ഷിക്കാം. ലോട്ടറി, ചിട്ടി, ഇൻഷുറൻസ് വഴി ധനനേട്ടം ഉണ്ടാകുന്നതാണ്. ജോലിയിൽ പുരോഗതി, ഉന്നത സ്ഥാനമാനം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ട്രാൻസ്ഫർ, ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. വിദേശത്ത് തൊഴിൽ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും. തൊഴിൽ സംബന്ധമായ മാറ്റം എന്തായാലും ഉണ്ടാകുന്നതാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി. സമൂഹ രംഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ജുവല്ലറി, കോസ്മെറ്റിക്, ബോട്ടിക്, ഓട്ടോമൊബൈൽ, പെർഫ്യൂം ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കർക്കിടകൻ രാശി. പുണർദം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ശുക്രൻ 4-ഉം 11-ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ അഷ്ടമത്തിൽ ശനിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇനി ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാവുകയാണ്. മാർച്ച് 31-ന് കുംഭൻ രാശിയിൽ നിന്നും ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ മീനൻ രാശിയിൽ ഉച്ചനാകുന്നു. നിങ്ങളുടെ ഭാഗ്യാധിപതിയായ വ്യാഴം 10-ലും സഞ്ചരിക്കുന്നു. സുഖാധിപതിയായ ശുക്രൻ 9-ൽ വരുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ പല വിധത്തിലും ഉണ്ടാകും. വീടോ വാഹനമോ വാങ്ങാൻ ദീർഘകാലമായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും. പിതാവ് വഴി ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും. അതുമായി എന്തെങ്കിലും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. മാതാവിന് എന്തെങ്കിലും രീതിയിലുള്ള രോഗമുണ്ടെങ്കിൽ അതൊക്കെ ഭേദമാകും.
കാറ്ററിംഗ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്, റെസ്റ്റോറൻറ്റ് മുതലായ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയമുണ്ടാകും. വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഇളയ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അവരുമായി എന്തെങ്കിലും രീതിയിൽ പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി നിങ്ങൾ വീണ്ടും അവരെ തേടിയെത്തുന്നതാണ്. അതുപോലെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സഹോദരിമാരുണ്ടെങ്കിൽ അവരുമായി നിലനിന്നിരുന്ന പിണക്കവും മാറും. അവരിൽ നിന്ന് നിങ്ങൾക്ക് ധനനേട്ടമോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പ്രശസ്തരായവരെ കണ്ടുമുട്ടും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പല വിധത്തിലൂടെ ലാഭമുണ്ടാകും. ഈ സമയത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. മുതിർന്ന സഹോദരങ്ങളാലും ആദായമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. പൊതുവെ കർക്കിടക രാശിക്ക് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. അനുകൂല ദശാഭുക്തിയും ജാതകത്തിൽ ശുക്രൻ അനുകൂലവുമാണെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇത് ഒരു പൊതുഫലമാണെന്നുള്ള കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശുക്രൻ 3ഉം 10ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 7-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ മാർച്ച് 31 മുതൽ അഷ്ടമസ്ഥാനത്ത് മീനൻ രാശിയിൽ ഉച്ചനായി സഞ്ചരിക്കാൻ പോവുകയാണ്. അഷ്ടമത്തിലെ ശുക്രൻ ചിങ്ങൻ രാശിക്ക് അത്ര നന്നല്ല. രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. നടുവുവേദന, അസ്ഥി സംബന്ധമായ രോഗം വരാൻ സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായി എതിർപ്പുണ്ടാകാം. അതുപോലെ അവരുമായി ശത്രുത വർദ്ധിക്കുന്നതാണ്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ കലഹത്തിന് സാധ്യത. എന്തായാലും ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ശുക്രൻ 26 ദിവസം മാത്രമേ ഈ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. സ്വയപ്രയത്നത്താൽ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും. കഠിനാധ്വാനം ചെയ്യും. കസ്റ്റമർ കെയർ, RJ, അഡ്വക്കേറ്റ്സ്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സംഗീത രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് ഗാനം ആലപിക്കുന്നവർക്കെല്ലാം നല്ല സമയമായിരിക്കും. ശുക്രൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനത്തും വരുന്നതിനാൽ ധനവരവുണ്ടാകുന്നതാണ്. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതാണ്. സന്തോഷവും കുടുംബ ഐക്യവും ഉണ്ടാകും. കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്ക് ശുക്രൻ 2ഉം 9ഉം ഭാവാധിപതിയാണ്. കൂടാതെ ശുക്രൻ കന്നിരാശിക്ക് യോഗാധിപതി കൂടിയാണ്. ഇപ്പോൾ 6-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ മാർച്ച് 31-ന് മീനൻ രാശിയിൽ 7-ാം ഭാവത്തിൽ ഉച്ചനാകുന്നു. വിവാഹ തടസ്സം നേരിട്ടിരുന്നവർക്ക് തടസ്സം മാറി അനുയോജ്യമായ വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നു. കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമ, സീരിയൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. അതോടൊപ്പം ധനവരവും ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. ദമ്പതിമാർ ഐക്യത്തോടെ കഴിയും. നിങ്ങളുടെ ജീവിത പങ്കാളിക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ അപ്പിയറൻസ് തന്നെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അതായത് വ്യത്യസ്തമായ മേക്കപ്പുകളും ആകർഷകമായ വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് അതോടൊപ്പം തന്നെ ആഡംബര വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് തന്നെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് അണിഞ്ഞൊരുങ്ങി നടക്കാൻ താല്പര്യം വർദ്ധിക്കും. സ്ത്രീകൾ മുഖേനയും കുട്ടികൾ മുഖേനയും നല്ല വാർത്തകൾ കേൾക്കും. സന്തോഷം വർദ്ധിക്കും. അവരെ കൊണ്ട് നിങ്ങൾക്ക് സഹായമുണ്ടാകും. നിങ്ങളുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് യോഗാധിപതി കൂടിയായ ശുക്രൻ 7-ൽ ഉച്ചനാകുന്നതിനാൽ വിവാഹിതരായവരാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് പലതരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ടാകും. നിങ്ങളുടെ വിവാഹപ്രായമായ കുട്ടികൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നു. 7-ലെ ശുക്രൻ നിങ്ങൾക്ക് കുറച്ച് ദിവസമാണെങ്കിൽ കൂടി നല്ല അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ പാദം ചേരുന്ന തുലാം രാശിക്ക് ശുക്രൻ രാശിനാഥനും അഷ്ടമാധിപതിയുമാണ്. രാശിനാഥനായ ശുക്രൻ 6-ൽ മറയുകയാണ്.
കടം, രോഗം, ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കടം വാങ്ങുന്നത്. ചിലർ അവരുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയോ പണം കടം വാങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ അധിക ചിലവുണ്ടാകാനും സാധ്യത കാണുന്നു. ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജാതക ദശാഭുക്തി അനുകൂലമായാൽ ഈ അവസരത്തിൽ ജോലി ലഭിക്കാനും സാധ്യത കാണുന്നു. ആരോഗ്യപരമായി ചെറിയ രോഗങ്ങൾ ഉണ്ടാകും. ഇടത് കണ്ണിന് കാഴ്ചശക്തി കുറവോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ ബാധിച്ചെന്നിരിക്കാം. സ്ത്രീകൾ മുഖേന പേരുദോഷമോ കേസ് വഴക്കുകളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പലതരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കണമെന്നില്ല. ലോൺ എടുത്തിട്ടുള്ളവർക്ക് തിരിച്ചടവിന് തടസ്സമുണ്ടാകും. മീനൻ രാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ്. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുകയോ പണം കയ്യിലില്ലെങ്കിലും കടം വാങ്ങി കടം കൊടുക്കുന്ന പ്രവണത നിർത്തുക. 6ലെ ശുക്രൻ തുലാം രാശിക്കാർക്ക് ഒരു ഇടകലർന്ന ഫലങ്ങളായിരിക്കും നൽകുന്നത്. വൃശ്ചികൻ രാശി വിശാഖം അവസാന 3 പാദം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശുക്രൻ 7ഉം 12ഉം ഭാവാധിപതിയാണ്. മാർച്ച് 31-ന് ശുക്രൻ പഞ്ചമസ്ഥാനമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് സഞ്ചാരം തുടങ്ങുമ്പോൾ വൃശ്ചികൻ രാശിക്ക് ഗുണഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. സിനിമ, സീരിയൽ, സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. പ്രണയിതാക്കൾക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും വർദ്ധിക്കുന്നതാണ്. ചിലർ പുതിയ പ്രേമബന്ധത്തിൽ ഏർപ്പെടും. സന്താനം ഇല്ലാതിരുന്നവർക്ക് സന്താന യോഗമുണ്ടാകും. കുട്ടികൾ മൂലം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മൂലം സന്തോഷമുണ്ടാകും. വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ പഠനത്തിൽ മികവ് പുലർത്തും. കുടുംബദേവതയുടെ അനുഗ്രഹമുണ്ടാകും. ചിലർക്ക് ഷെയർ ട്രേഡിംഗ്, ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി മുഖാന്തരം ധനനേട്ടം ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. സുഗന്ധദ്രവ്യങ്ങൾ, ആഡംബര വസ്തുക്കൾ, ഗാർമെൻറ്റ്സ്, ജുവല്ലറി ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. പല വഴികളിലൂടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതാണ്. സ്ത്രീകളായിട്ടുള്ള വൃശ്ചികൻ രാശിക്കാർക്ക് പൂർവികമായി കിട്ടേണ്ടുന്ന വസ്തുവോ ധനമോ ലഭിക്കാൻ സാധ്യത കാണുന്നു. ചിലപ്പോൾ എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്നും ധനം വരാനും സാധ്യത കാണുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി കൂടി നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ധാരാളം പണവും ഈ അവസരത്തിൽ ചെലവഴിക്കുന്നതാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് ശുക്രൻ 6ഉം 11ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 3-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ മാർച്ച് 31 മുതൽ മീനൻ രാശിയിൽ നിങ്ങളുടെ 4-ാം ഭാവത്ത് ഉച്ചനായി സഞ്ചരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ വസ്തു, വീട്, വാഹനം മുതലായവ വാങ്ങാനോ അതുമൂലം നേട്ടമോ ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. തൊഴിൽ സംബന്ധമായി മുന്നേറ്റമുണ്ടാകും. വീട് പുതുക്കി പണിയുകയോ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുകയോ ചെയ്യും. മാതാവിൻ്റെ പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടമുണ്ടാകുന്നതാണ്. ഇനി ജാതകാൽ അനുകൂലമല്ലാത്ത ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ വീട്, വസ്തു, വാഹനം സംബന്ധമായി ചില കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാം. മാതാവിൻ്റെ ആരോഗ്യനില മോശമാകാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ പിറകിലാകും. പൂർവിക സ്വത്ത് സംബന്ധമായി ചില കേസുകളുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടാകും. മാതാവുമായി അകൽച്ചയുണ്ടാകുന്നതാണ്. വീട് വിട്ട് നിൽക്കേണ്ട അവസ്ഥ, വീടിനായി അധിക ചിലവ് മുതലായവ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ദശാഭുക്തി നടക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ അനിഷ്ട സ്ഥാനത്ത് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ശുഭഫലങ്ങൾ കുറയുന്നതാണ്. സ്ത്രീകൾ മൂലം വീട്ടിൽ കലഹം. ശുക്രൻ ധനുരാശിക്ക് അനുകൂലമല്ലാത്ത ഗ്രഹമാണ്. എന്നാലും ഉച്ചനായ ശുക്രൻ 4-ാം ഭാവത്ത്, അതായത് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇടകലർന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മകരൻ രാശി ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരൻ രാശിക്ക് ശുക്രൻ യോഗാധിപതിയാണ്. 5ഉം 10ഉം ഭാവാധിപതിയാണ് ശുക്രൻ. ഇപ്പോൾ 2-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ മാർച്ച് 31-ന് 3-ൽ മീനൻ രാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു.
കുട്ടികൾ മൂലം സന്തോഷം വർദ്ധിക്കും. നിങ്ങളുടെ കുട്ടികൾ പഠനത്തിൽ മികവ് പുലർത്തും. പേരും പ്രശസ്തിയും ഉണ്ടാകും. മുതിർന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകും. ഇളയ സഹോദരങ്ങൾക്ക് നല്ല സമയമായിരിക്കും. അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സഹോദരങ്ങളാൽ നിങ്ങൾക്ക് ആദായം. കുട്ടികളും സഹോദരങ്ങളുമായി വിനോദയാത്രകൾ പോകാനും ഈ അവസരത്തിൽ സാധിക്കുന്നതാണ്. സ്വയപ്രയത്നത്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും. പുതിയ അറിവ് നേടാനായി നിങ്ങൾ യാത്ര പുറപ്പെടും. ആത്മീയ കേന്ദ്രങ്ങൾ സന്ദർശിക്കും. അതുപോലെ തന്നെ ചില മഹാക്ഷേത്രങ്ങളുമൊക്കെ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. മകരം രാശിക്കാർ സ്വന്തം ബിസിനസ് ചെയ്യാൻ തീരുമാനമെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. സോഷ്യൽ മീഡിയ, RJ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അഡ്വക്കേറ്റ് മുതലായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സംസാര രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പേരും പ്രശസ്തിയും വർദ്ധിക്കും. സഹപ്രവർത്തകർ മൂലവും ഇളയ സഹോദരങ്ങളാലും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ്. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുട്ടാതി ആദ്യ 3 പാദം ചേരുന്ന കുംഭൻ രാശിക്ക് ശുക്രൻ 4ഉം 9ഉം ഭാവാധിപതിയാണ്. കൂടാതെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ യോഗാധിപതി കൂടിയാണ്. ഇതുവരെ ജന്മത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശുക്രൻ മാർച്ച് 31 മുതൽ 2ാം ഭാവമായ ധനസ്ഥാനത്ത് മീനൻ രാശി ഉച്ചനാവുന്നു. അപ്പോൾ സമ്പത്ത് വർദ്ധിക്കും. സുഖസൗകര്യങ്ങൾക്ക് പണം ചിലവാക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. കുടുംബാംഗങ്ങളുമായി ഐക്യമുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരം. എന്തെങ്കിലും കാരണത്താൽ അകന്നു കഴിഞ്ഞ കുടുംബാംഗങ്ങളും ദമ്പതിമാരും കുടുംബത്തിൽ തിരികെ എത്തും. അതേപോലെ മാതാവിനെ പിരിഞ്ഞു കഴിഞ്ഞവർ മാതാവിനെ കാണാൻ തിരികെ എത്തും. സുഖാധിപതിയും ഭാഗ്യാധിപതിയുമായ ശുക്രൻ ധനസ്ഥാനത്ത് വരുന്നതിനാൽ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇതുവരെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറിക്കിട്ടും. സ്ത്രീകളായ കുടുംബാംഗങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും. വീട്, വാഹനം, വസ്തു ഇവ വാങ്ങാനുള്ള അവസരം ഒത്തുവരുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ അനുകൂല ദശാഭുക്തി നടക്കുകയാണെങ്കിൽ വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ജന്മശനി നടക്കുന്ന കാലഘട്ടം കൂടിയാണ് കുംഭൻ രാശിക്ക്. അപ്പോൾ ഇവിടെ പറയുന്ന ഗോചര ഫലങ്ങൾ പൊതുവെ 20 അല്ലെങ്കിൽ 30% മാത്രമേ ഫലം നൽകുകയുള്ളൂ. നിങ്ങളുടെ ജനനകാല ജാതകമായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഗോചര ഫലങ്ങൾ എപ്പോഴും താൽക്കാലിക ഫലങ്ങളായിരിക്കും നൽകുന്നത്. കുംഭൻ രാശിയെ സംബന്ധിച്ച് ശുക്രൻ യോഗകാരൻ കൂടിയായതിനാൽ കുറച്ചെങ്കിലും നല്ല ഫലങ്ങൾ ശുക്രനെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. കുടുംബ ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവർക്ക് അധിക ലാഭം. കൂടുതൽ സമയം കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനായിരിക്കും നിങ്ങൾ താല്പര്യം കാണിക്കുന്നത്. മാതാവിൽ നിന്ന് പൂർവിക സ്വത്തോ ധനമോ ലഭിക്കും. മാതാവിനോട് പതിവിലുമധികം സ്നേഹമുണ്ടാകും. 2ാം ഭാവത്തിലെ ധനഭാവത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ശുക്രൻ നിങ്ങൾക്ക് പല വിധത്തിലുള്ള സുഖസൗകര്യങ്ങൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനം ലഭിക്കുന്നൊരു സമയം കൂടിയാണ്. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശുക്രൻ അനുകൂല ഗ്രഹമല്ല. 3ഉം 8ഉം ഭാവാധിപതിയാണ് മീനൻ രാശിക്ക് ശുക്രൻ. 12ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശുക്രൻ മാർച്ച് 31 മുതൽ ജന്മരാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. ശുക്രദശയുടെ അവസാന കാലഘട്ടം നടക്കുന്നവർക്ക് കുറച്ച് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. യാത്രകൾ ധാരാളം ഉണ്ടാകും. ഓരോ കാര്യങ്ങൾക്കും ഇളയ സഹോദരങ്ങൾ നിങ്ങളുടെ സേവനം ആവശ്യപ്പെടും. തിരിച്ചും നിങ്ങൾക്ക് അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. മീഡിയ, അഡ്വർടൈസിംഗ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി, പ്രശസ്തി, ധനനേട്ടം ഇവയൊക്കെ ഉണ്ടാകുന്നതാണ്. പൊതുവെ നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഇഷ്ടമാകും. നിങ്ങൾ ഈ സമയത്ത് വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കില്ല. എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. പുതിയ ബന്ധങ്ങളുണ്ടാകാം. മീനൻ രാശിയിൽ ശുക്രൻ ഉച്ചനാവുന്നത് നിങ്ങൾക്ക് മാളവ്യ മഹാപുരുഷ യോഗം തരുന്നതാണ്. നിങ്ങളെ മോടി പിടിപ്പിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തും. അതായത് ആകർഷകമായി ഒരുങ്ങി നടക്കുന്നതിന് താല്പര്യം വർദ്ധിക്കും. ഇടയ്ക്ക് ജീവിത പങ്കാളിയുമായി വാഗ്വാദങ്ങൾ ഉണ്ടാകാം. അതിനാൽ വാക്കുകളിൽ ശ്രദ്ധ വേണ്ടതാണ്.
സംഗീത രംഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമായിരിക്കും. മീനൻ രാശി കാലപുരുഷൻ്റെ 12ാമത്തെ രാശിയാണ്. കാൽപാദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി അഷ്ടകം ശ്രവിക്കുകയോ ജപിക്കുകയോ ചെയ്യുക. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കിടക്കുക. വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ നല്ല ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം അധികരിക്കാനുള്ള സമയമായിരിക്കും. പൊതുവെ ശുക്രൻ നിങ്ങളുടെ രാശിയിൽ ഉച്ചനാകുന്നത് മൂലം നിങ്ങൾക്ക് മനസ്സുഖവും സന്തോഷവും നൽകുന്നതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.